പാകിസ്ഥാൻ ആർമി എത്രത്തോളം മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ ശക്തമായി തിരിച്ചടിക്കാനുള്ള ശക്തി ഇന്ത്യൻ സൈന്യത്തിനുണ്ട്. പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ അവർ അവിവേകം കാണിക്കുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാനിപ്പോൾ ഇന്നലെ പാകിസ്ഥാന്റെ ഏറ്റവും അധികം ഇന്ന് രാവിലെയുമായി ഏറ്റവും അധികം പ്രകോപനം ഉണ്ടായിട്ടുള്ള അവർ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഷെല്ലിങ്ങും മറ്റും നടത്തിയ രജോരിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ഡാങ്കിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമുക്ക് ഈ സാധാരണ ഈ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആശുപത്രികൾ, സ്കൂളുകൾ ഇവയൊക്കെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടായാൽ പോലും ആ പ്രദേശങ്ങളിലേക്കൊന്നും ആക്രമണം നടത്തുക ഒരു പതിവില്ല. കാരണം അതൊരു അന്താരാഷ്ട്ര തത്വങ്ങൾക്കെതിരാണ്, മനുഷ്യത്വത്തിനെതിരാണ്. പക്ഷേ പാകിസ്ഥാൻ ഇന്നലെ നടത്തിയ ഷെല്ലിങ്ങിൽ എനിക്ക് പിന്നിൽ കാണുന്നത് ഈ കെട്ടിടം, ഇതൊരു സ്കൂളാണ്. ഡാങ്കിരിയിലെ സൂപ്പർ ഹിമാലയൻ സൂപ്പർ സ്കൂൾ എന്നാണ് ഈ സ്കൂളിന്റെ പേര്. ഈ സ്കൂളിലേക്കാണ് അവർ ഈ നിയന്ത്രണരേഖയ്ക്ക് അപ്പുറത്ത് നിന്ന് തൊടുത്തുവിട്ട ഒരു ഷെൽ വന്ന് പതിച്ചിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ആ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ സൂം ചെയ്താൽ, കാരണം അതിനുള്ളിലേക്ക് നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടില്ല സ്കൂൾ അധികൃതർ. ഈ അകത്തെ കാരണം മുഴുവൻ താറുമാറായി കിടക്കുകയാണെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് അവർ പ്രവേശനം നടത്തിയിട്ടില്ല. ആ ഏറ്റവും മുകളിലത്തെ ഭാഗത്താണ് ആ ഷെല്ല് വന്ന് പതിച്ചിരിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാം ഈ സ്കൂളിന്റെ മുഴുവൻ ഈ മതില്, അതായത് ആ ചുമരുകളിലൊക്കെ വലിയ വിള്ളലുകളുണ്ട്. മുഴുവൻ ഗ്ലാസുകളും മറ്റേ തകർന്നിരിക്കുകയാണ്. ഈ സ്കൂളിനുള്ളിൽ ലാബ് ഉൾപ്പെടെ ഉള്ളവ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ സ്കൂൾ സമയത്തൊക്കെ ആയിരുന്നു അവർ ഇത് ചെയ്തിരുന്നുവെങ്കിൽ എത്ര പിഞ്ചു കുട്ടികളുടെ ജീവനാണ്, എത്ര കുട്ടികളുടെ ജീവനായിരിക്കും നഷ്ടപ്പെടുക എന്നത്. അത്രത്തോളം മനുഷ്യത്വരഹിതമായ കാര്യമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ആദ്യം അവർ തീവ്രവാദികളെ അയച്ചു, പിന്നീട് മിസൈലുകൾ അയച്ചുകൊണ്ട്, ഈ ഷെല്ലുകൾ അയച്ചുകൊണ്ട് നമ്മളെ ഇന്ത്യയിലെ നിരപരാധികളായിട്ടുള്ളവർക്കെതിരെ അവർ ആക്രമണം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരിക്കൽ പോലും ഇങ്ങനെ സ്കൂളുകൾക്കൊക്കെ നേരെ ആക്രമണം ഏതെങ്കിലും ഒരു രാജ്യം, ഏതെങ്കിലും ഒരു പരിഷ്കൃത രാജ്യത്തിന് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി, അതായത് അങ്ങനെ ഉണ്ടാകുമോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പ് ഈ സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവയൊക്കെ സാധാരണഗതിയിൽ ഏത് യുദ്ധ സമയത്താണെങ്കിൽ പോലും ഈ രാജ്യങ്ങൾ അവരുടെ ആ ടാർഗറ്റിന്റെ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ പാകിസ്ഥാൻ നമുക്ക് കാണാം ഇവിടെ ഒരു സ്കൂൾ, അതുപോലെ തന്നെ ഇതിനു പുറമെ ശ്രീനഗറിലെ ഒരു ആരോഗ്യ കേന്ദ്രത്തിന് നേരെയും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഈ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇങ്ങനെ ഈ രജോരിയിൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചെയായിട്ടൊക്കെ നിരവധി ഷെല്ലിങ്ങിന്റെയൊക്കെ, ആർട്ടിലറി ഫയറിങ്ങിന്റെയൊക്കെ ശബ്ദമൊക്കെ നമ്മൾ കേട്ടതാണ്. രാവിലെ നമ്മൾ ലൈവിന്റെ സമയത്ത് തന്നെ അതൊരു പശ്ചാത്തലത്തിൽ ആ ശബ്ദമൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണ് ഇന്നലെ കേട്ടിരുന്ന ആ ശബ്ദത്തിന്റെയൊക്കെ തീവ്രത എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഇത് മനുഷ്യത്വരഹിതമായ പാകിസ്ഥാന്റെ നടപടികളുടെ നഗ്നമായ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ ഈ ഗ്രൗണ്ട് സീറോ റിപ്പോർട്ടാണ്. ഒരു സ്കൂളിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായി, ആശുപത്രികൾക്ക് നേരെ ആക്രമണം.